സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് ചീനിക്കമൂല എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. വയനാട് ജില്ലയിലുള്ള സ്ഥലമാണ് ചീനിക്കമൂല. ഈ ചീനിക്കമൂലയിൽ പ്രസിദ്ധമായിട്ടൊരു ഗുഹ ഉണ്ട്. എനിക്ക് തൊട്ട് പുറകിൽ കാണുന്നതാണ് ചീനിക്കമൂല ഗുഹ. ഇതധികം ആളുകളൊന്നും ശ്രദ്ധിക്കപ്പെടാണ്ട് അങ്ങനെ കിടക്കുകയായിരുന്നു. ഈ അടുത്ത കാലത്താണ് ആളുകളൊക്കെ കയറാനും കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുള്ളത്. ഈ ചീനിക്കമൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീനി എന്ന് പറഞ്ഞാൽ പണ്ട് സോപ്പിനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കായ ധാരാളം ഈ പ്രദേശങ്ങളിലൊക്കെ വളർന്നു വന്നിരുന്നു. അപ്പോൾ ഈ ചീനിക്ക ആളുകൾ കളക്ട് ചെയ്യുകയും അതിന് ഇവിടെ തൊട്ടടുത്തൊരു സംസ്കരണ ഫാക്ടറി ഒക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് വേറെ എന്തൊക്കെയാണ്. അപ്പോൾ ഈ ചീനി എന്ന് പറയുന്ന ഈ സാധനം, നമ്മൾ സാധാരണ ചീനി എന്ന് പറഞ്ഞാൽ കപ്പ എന്നാണ് ഉദ്ദേശിക്കുക, പൂള. അതല്ല, ചീനി എന്ന് പറഞ്ഞാൽ സോപ്പിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു തരം കായ. ആ കായ ഇവിടെ ധാരാളം ഉണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ കായ ഇവിടുന്ന് ആളുകൾ കൊണ്ടുവരികയും സംസ്കരിക്കുകയും അത് വിപണനം ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന ഒരു സ്ഥലമായതുകൊണ്ടായിരിക്കാം ഈ ഒരു ഏരിയയ്ക്ക് ചീനിക്ക അല്ലെങ്കിൽ ചീവക്ക എന്നും പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പേര് വരാനുള്ളൊരു കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഗുഹയ്ക്ക് ചീനിക്കമൂല ഗുഹ എന്നുള്ള പേര് വന്നുള്ളത്. പിന്നെ നമ്മളങ്ങനെ പറഞ്ഞു കേട്ടുള്ളൊരു ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് തികച്ചും ഈ ഗുഹയായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ചരിത്രമാണ്. ആളുകളിങ്ങനെ പറയുന്നതാണ്, പണ്ടത്തെ ആളുകളൊക്കെ. അതിലെത്ര കണ്ട് സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. പണ്ട് ഈ ഭാഗത്ത് ഇഷ്ടംപോലെ ആളുകളൊക്കെ താമസിച്ചിരുന്നു. അതിൻ്റെ തെളിവ് നമ്മൾ എടക്കൽ ഗുഹയിലും അതുപോലെ അമ്പൂത്തിമലയിൽ ഉള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരുപാട് മുനിമാർ ഇതിലൂടെ പണ്ടിങ്ങനെ പോവുകയും, അപ്പോൾ ഈ ഗുഹ ഒരു മുനീൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം ഇവിടെ തപസ് അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഗുഹയിലിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് കാട്ടുമൃഗങ്ങളുടെ ശല്യം, കാട്ടുനായ ഒക്കെ ഉള്ള അതുപോലത്തെ മൃഗങ്ങളുടെ ശല്യവും കുറുക്കന്മാരെ ഓളിയിടലൊക്കെ ഭയങ്കര അരോചകമായിട്ട് തോന്നിയപ്പം അദ്ദേഹം ഈ ഗുഹ എൻ്റെ മുൻഭാഗമൊക്കെ പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നാണ് പറയുന്നത്, അത് നശിപ്പിക്കുകയും അദ്ദേഹം 2 ഭൂതങ്ങളെ ഈ ഗുഹയ്ക്ക് കാവൽ നിർത്തിയിട്ട് ഇനി ആരും ഇവിടെ വന്ന് തപസ്സിരിക്കരുതെന്നും പറഞ്ഞിട്ട് 2 ഭൂതങ്ങളെ കാവലിരുത്തിയിട്ടാണ് അദ്ദേഹം ഇവിടം വിട്ട് പോയതെന്നാണ് പറയുന്നത്. അങ്ങനെ വീണ്ടും കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പം വേറൊരു മുനിവര്യൻ, ക്ഷിപ്രകോപിയായ ഒരു മുനിവരൻ വരികയും ഈ ഗുഹ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും, പക്ഷേ അദ്ദേഹം നോക്കുന്ന സമയത്ത് 2 ഭൂതങ്ങൾ കാവൽ നിൽക്കുകയാണ്. ആ 2 ഭൂതങ്ങളെയും അദ്ദേഹത്തിൻ്റെ മന്ത്രശക്തി ഉപയോഗിച്ച് പെട്ടെന്ന് കല്ലായിട്ട് മാറ്റുകയും, ആ കല്ലാണ് ഇതിൻ്റെ മേലെ അപ്പുറത്തും ഇപ്പുറത്തും കാണുന്ന 2 വലിയ കല്ലുകൾ എന്നാണ് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം കുറേ കാലം ഇവിടെ നിന്ന് തപസ്സനുഷ്ഠിക്കുകയും അതേപോലെ അദ്ദേഹത്തിന് മോക്ഷം കിട്ടുകയൊക്കെ ചെയ്തതിന് ശേഷം അദ്ദേഹം പോയി. പക്ഷേ അദ്ദേഹം പോകുന്നതിന് മുന്നേ ഈ പാറ നേരെ ചെരിച്ചു വെച്ചു എന്നാണ് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പാറ ചെരിച്ചു വെച്ചത് എന്ന് ഇന്നും അജ്ഞാതമായിട്ട് തുടരുകയാണ്. ഇതാണ് ഇവിടുത്തെ ലോക്കലായിട്ടുള്ളൊരു കഥ. അപ്പോൾ നമുക്ക് ചീനിക്കമൂല ഗുഹേൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം, എങ്ങനെ ഉണ്ടാവും എന്നറിയാം. ഈ ഭാഗത്ത് ഇതുപോലെ കയറ് കെട്ടി വെച്ചിട്ടുണ്ട്, ആളുകൾക്ക് മേളിലേക്ക് പോകാനാണ്. ഇവിടെ അന്വേഷിച്ച് പറഞ്ഞത് ടൂറിസ്റ്റുകളും പോകുന്നുണ്ട്, പിന്നെ വിറകെടുക്കാൻ പോകുന്നവരും പുല്ലരിയാൻ പോകുന്നവരൊക്കെ ഉപയോഗിക്കുന്ന വഴിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും മേലെ കയറി കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. പക്ഷേ നമ്മൾ തൽക്കാലം മേലെ കയറുന്നില്ല, നമ്മൾ നേരെ ചീനിക്കമൂല ഗുഹയിലേക്ക്. ഇതൊക്കെ മെയിൻ റോഡിൻ്റെ തൊട്ടടുത്താണ്. ഒരു കല്ല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിനോട് ചേർന്നാണ് വന്ന് നിൽക്കുന്നത്. ഓ, ഇതാണ് മക്കളെ ചീനിക്കമൂല ഗുഹ. എൻ്റെ അമ്പോ, എന്താ വലുപ്പം നോക്കിയേ. ശരിക്കും പറഞ്ഞാൽ ഒരു വോളിബോൾ കോർട്ടിൻ്റെ അത്ര വലുപ്പമുണ്ട് കേട്ടോ. അമ്പ, അടിപൊളി. ഓ,
എന്താ വലിപ്പം നോക്ക്, സൂപ്പർ. ഇപ്പം നമ്മളെ ക്യാമറ അൾട്രാ വൈഡിലാണ് ഇട്ടുള്ളത്. നമ്മൾ ഏകദേശം ഗുഹേൻ്റെ സെൻറ്ററിലാണുള്ളത്. സെൻറ്ററിൽ നമ്മൾ ഗുഹേൻ്റെ മുന്നിലേക്ക് പോവുകയാണ് കേട്ടോ. മുന്നിലേക്ക് പോകുമ്പോൾ വണ്ടികളൊക്കെ പോകുന്നത് കാണുന്നുണ്ട്. ഓ, നമ്മളെ അതിമനോഹരമായ ചീങ്ങേരി മല അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇന്നൊരു ഫോഗി ക്ലൈമറ്റ് ആണ്, അതുകൊണ്ട് തന്നെ മല അത്ര വിസിബിൾ അല്ല. പക്ഷേ ഗുഹേൻ്റെ ഉൾഭാഗം നോക്കൂ. വീണ്ടും നമ്മൾ ഗുഹേൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ കുറച്ചും കൂടി മുന്നിലേക്ക് പോകും, അതായത് ഗുഹേൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് പോകും. ഇങ്ങനെ വന്ന് ഓ, വെളിച്ചം തീരെ കുറവാട്ടോ. ഇനി അങ്ങോട്ട് നമ്മൾ കുറച്ച് കുനിയണം. ആദ്യമൊക്കെ നല്ല ഹൈറ്റുള്ള സ്ഥലമാണ്. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ ഇതാ ശരിക്കും നിൽക്കാം. ഇപ്പം ഞാൻ നിൽക്കുകയാണ്. ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി. ഇതോ ഒരു ഓപ്പണിങ് ഇവിടെ ഉണ്ട്. ഇതിലൂടെ പോയി കഴിഞ്ഞാൽ മേലോട്ട് പോകാമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ മേലോട്ട് പോകുന്നില്ല. ശരിക്കും ഈ ഭാഗത്തു കൂടെയൊക്കെ കയറിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങ് വരെ കാണാം കേട്ടോ. സൂക്ഷിച്ച് നോക്കണേ, അങ്ങ് വരെ കാണാം. ഇതാണ് ഗുഹേൻ്റെ ഉൾഭാഗം. നല്ല ഇരുട്ടല്ലേ. നമ്മളിത് അവിടെ നിന്നാണ് വന്നത്. വീണ്ടും നമ്മൾ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകാൻ കേട്ടോ. ലൈറ്റ് കയറി നോക്ക്. വാ, സൂപ്പർ. ഓ, ഇവിടെയൊക്കെ ശരിക്കും നിൽക്കാം കേട്ടോ. നല്ല ഹൈറ്റുള്ള സ്ഥലമാണ് ഇവിടെയൊക്കെ. നമ്മളങ്ങനെ വീണ്ടും പുറത്തെത്തി. ഇവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെയാണ് ഗുഹ. സുഹൃത്തുക്കളെ, അപ്പം നമ്മൾ ചീനിക്കമൂല ഗുഹേൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. വിശാലമായിട്ടുള്ളൊരു ഗുഹ കേട്ടോ. നമ്മൾ ഇത്ര വലിയൊരു ഗുഹ സത്യത്തിൽ എടക്കൽ ഗുഹ പോലും ഇത്ര വലുതല്ല. അപ്പോൾ നമ്മൾ ആ ഗുഹേൻ്റെ ഏകദേശം കാൽ ഭാഗത്ത് എത്തിയിട്ടുള്ളൂ. ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു ഹോള് പോലെ കാണുന്നില്ല. അതിലൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അതിലൂടെ പോയി കഴിഞ്ഞാൽ ഈ പാറേൻ്റെ ഏറ്റവും ടോപ്പിലെത്താം. പക്ഷെ നമ്മൾ റിസ്ക് എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നില്ല. അതിന് പകരം ആ വ്യൂ ഒക്കെ നമ്മൾ ഡ്രോണിൽ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത്രയും ഹൈറ്റുള്ള ഞാൻ നിന്നിട്ട് ഇങ്ങനെ കൈ ഉയർത്തി കഴിഞ്ഞാൽ തൊടൂല. അത്രയും ഹൈറ്റ് ഉണ്ട്. വിശാലമായിട്ടുള്ളൊരു ഗുഹ എന്ന് വേണം പറയാൻ. അപ്പോൾ ഈ പണ്ട് പറഞ്ഞ പോലെ മുനിവര്യന്മാർക്കൊക്കെ തപസ് അനുഷ്ഠിക്കാനൊക്കെ ശരിക്കും വിശാലമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണിത്. ഇതിൻ്റെ റൂഫ് കണ്ടില്ല, ഇങ്ങനെ ചെരിഞ്ഞാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഈ ഭാഗത്ത് നോക്കിയാൽ മനസ്സിലാവും അടുക്കടുക്കായിട്ട് പാറകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു പ്രത്യേകതരം സ്മെല്ലാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അത് എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്ന അറിയില്ല. പക്ഷേ ഈ ഗുഹ നിങ്ങൾ നിർബന്ധമായിട്ടൊന്ന് വയനാട് ജില്ലയിൽ വരുന്ന സമയത്തൊക്കെ ഒന്ന് വന്ന് കണ്ടുപോകുന്നത് വളരെ നല്ലതായിരിക്കും. തൊട്ട് മുന്നിൽ കൂടെ തന്നെ റോഡ് പോകുന്നുണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്യുക. ഒരു 3-4 വണ്ടികളൊക്കെ ഈസിയായിട്ട് പാർക്ക് ചെയ്യാം. ഇവിടെ ചീനിക്കമൂല ഗുഹ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡും വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വരിക, ഈ ഗുഹയൊക്കെ ഒന്ന് കയറി കാണുക, ഈ ഒരു സ്മെല്ലൊക്കെ ഒന്ന് അനുഭവിച്ച് പോവുക. മുനി ശപഥം ചെയ്തിട്ട് ഭൂതങ്ങളെ 2 വലിയ പാറകളാക്കി മാറ്റിയത് ആ മുകളിൽ നിൽക്കുന്ന 2 പാറകളാട്ടോ. ഈ മുകളിൽ കാണുന്ന വലിയ 2 പാറകളാണ് മുനി ശപഥം ചെയ്തിട്ട് പാറയാക്കിയത്. 2 വലിയ ഭൂതങ്ങളായിരുന്നു.
അപ്പം നമ്മൾ അധികം പേർക്കൊന്നും അറിയാത്ത വയനാട്ടിലെ ചീനിക്കാമുല ഗുഹ കണ്ടു കഴിഞ്ഞു. ചീനിക്കാമുല ഗുഹേൻ്റെ ചരിത്രങ്ങളും നമ്മൾ മനസ്സിലാക്കി. നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ വയനാട്ടിൽ വരുമ്പം ഈ വഴിയൊന്ന് വന്നിട്ട് ഈ ചീനിക്കാമുല ഗുഹയൊന്ന് കണ്ടുപോവുകയാണെങ്കിൽ അതിബൃഹത്തായ ഒരു ഗുഹയാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പം നിങ്ങളെ കുട്ടികളൊക്കെ ആയിട്ട് വരാം, ഈ ചീനിക്കാമുല ഗുഹ ഒന്ന് കണ്ടുപോവാം. അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.